UN പൊതുസഭയിൽ മുഖ്യ ചർച്ചയായി ഗസ. ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കില്ലെന്ന് ആവർത്തിച്ച് ട്രംപ്. ദ്വിരാഷ്ട്രമാണ് ഏക പരിഹാരമെന്ന് ലോകരാജ്യങ്ങൾ അഭിപ്രായപ്പെട്ടു. ജനങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കുന്ന തെമ്മാടി രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് ഖത്തർ അമീർ പറഞ്ഞു. അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെടാൻ UN സെക്രട്ടറി ജനറൽ. ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇന്ന് മാത്രം 22 പേരാണ് കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് റബി മുഹമ്മദ് ചേരുകയാണ്. റബി, ഇസ്രായേൽ കാലങ്ങളായി തുടരുന്ന വംശഹത്യക്കെതിരെ ഒപ്പം സംഘർഷങ്ങൾക്ക് ഗസയിൽ തുടരുന്ന സംഘർഷങ്ങളിൽ എങ്ങനെയാണ് ഇന്നത്തെ UN പൊതുസഭയിൽ ചർച്ച ഉയർന്നു വന്നത്? ഇസ്രായേലിനെതിരെ ലോകരാജ്യങ്ങൾ ആരൊക്കെയാണ് ശക്തമായി തന്നെ രംഗത്തെത്തിയത്? ദിവ്യ, UN പൊതുസഭയിൽ പ്രധാനമായും ഗസ വിഷയം തന്നെയാണ് ചർച്ചയാവുന്നത്. ഇസ്രായേൽ ഫലസ്തീന് നേരെ ഗസക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളാണ് ഇപ്പോൾ പ്രധാന വിഷയമായി വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ യുക്രൈൻ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് വിഷയങ്ങളും ചർച്ചയ്ക്കുണ്ടെങ്കിലും ഗസ വിഷയം ഇസ്രായേൽ കഴിഞ്ഞ 2 വർഷമായി തുടരുന്ന ഗസക്ക് നേരെ തുടരുന്ന ആക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്നൊരു ആവശ്യമാണ് UN പൊതുസഭയിൽ ഉയർന്നു കേൾക്കുന്നത്. അല്പം മുമ്പ് സംസാരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളും ഇക്കാര്യം തന്നെയാണ് എടുത്തു പറയുന്നത്. ഗസക്കെതിരായ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാനും ഇക്കാര്യം ആവർത്തിച്ചു പറയുന്നു. നിശബ്ദത പാലിക്കുന്ന എല്ലാവരും ഈ ക്രൂരതയ്ക്ക് കൂട്ടുനിൽക്കുകയാണ് എന്നാണ് ഈ തുർക്കി പ്രസിഡന്റ് അല്പസമയം മുമ്പ് UN പൊതുസഭയിൽ പറഞ്ഞത്. ഇപ്പോൾ ഖത്തർ അമീർ UN പൊതുസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദോഹയിൽ ഇസ്രായേൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള ഇത്തരം ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടായത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അന്താരാഷ്ട്ര നിയമങ്ങളും മര്യാദകളും പാലിക്കാൻ ഇസ്രായേൽ ബാധ്യസ്ഥമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ദ്വിരാഷ്ട്ര ഫോർമുല മാത്രമാണ് ഫലസ്തീൻ പ്രശ്നത്തിനുള്ള ഏക പരിഹാരമെന്നും ലോക നേതാക്കൾ എടുത്തു പറയുന്നു. ജോർദാൻ ഭരണാധികാരി അബ്ദുള്ള രാജാവ് ഉൾപ്പെടെയുള്ള ഇന്ന് അവിടെ സംസാരിച്ച മറ്റ് നേതാക്കളും ഇക്കാര്യം തന്നെയാണ് എടുത്തു പറയുന്നത്. കഴിഞ്ഞ 2 വർഷമായി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഗസയിലെ വംശഹത്യ ഉടൻ അവസാനിപ്പിക്കണമെന്ന ആവശ്യം തന്നെയാണ് UN പൊതുസഭയിൽ ഇപ്പോൾ എല്ലാവരും മുന്നോട്ട് വെക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രിട്ടനും പോർച്ചുഗലും ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ, അതോടൊപ്പം തന്നെ കാനഡയും ഓസ്ട്രേലിയയും ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ ഫലസ്തീൻ എന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രത്തെ അംഗീകരിക്കുന്നു. ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതോടുകൂടി ഫ്രാൻസും സൗദി അറേബ്യയും ഒരു ദ്വിരാഷ്ട്ര ഫോർമുല പ്രശ്നപരിഹാരത്തിനായുള്ള ഒരു ദ്വിരാഷ്ട്ര ഫോർമുലയിലേക്ക് ലോകരാജ്യങ്ങളെ കൊണ്ടെത്തിക്കുന്നതിനുള്ള അടിയന്തര യോഗങ്ങളും കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. ഏതായാലും അമേരിക്കയും ഇസ്രായേലും ഒരു ഭാഗത്ത് ശക്തമായി ഗസയിലെ ഈ വംശഹത്യക്ക് കൂട്ടുനിൽക്കുമ്പോൾ മറ്റ് രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനും ഗസയിലെ ഫലസ്തീനിലെയും ജനങ്ങൾക്ക് അവർക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ, ഭക്ഷണം ഉൾപ്പെടെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ എത്തിച്ചു നൽകാനും അതോടൊപ്പം തന്നെ ഉടൻ തന്നെ വെടിനിർത്തൽ അവസാനിപ്പിച്ച് ശാശ്വതമായ ഒരു സമാധാനം കൊണ്ടുവരണമെന്ന ആവശ്യവുമായി മറ്റ് രാജ്യങ്ങളും മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. UN-ലും ഈ ഒരു സംസാരമാണ് അന്താരാഷ്ട്ര അല്ലെങ്കിൽ രാഷ്ട്ര തലവന്മാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദിവ്യ.